ലൈവിലേക്ക് പോ. ലൈവ് അത് പിടിച്ചുകൂടി. ഓക്കെ പറയണേ ചോദിക്കണം. അനുപ്രിയ, CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയെ പ്രതിനിധി സമ്മേളനത്തിൽ എത്തിക്കാനുള്ള ദീപശിഖ റാലി ഇവിടെ കത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്നും ദീപശിഖ റാലി ഇവിടെ തന്നെ പ്രയാണം ആരംഭിക്കുന്നു. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, ആനാവൂർ ജാഥാ ക്യാപ്റ്റനായ ആനാവൂർ നാഗപ്പന് ഇതിൻ്റെ ദീപശിഖ കൈമാറും. തുടർന്ന് ദീപശിഖ ഇവിടെ നിന്നും നൂറുകണക്കിന് വാളണ്ടിയർമാരുടെയും ഒപ്പം അത്ലറ്റുകളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒക്കെയുള്ളവർ ഇപ്പോൾ ദീപശിഖയ്ക്കൊപ്പം അതിനെ ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നു. ദീപശിഖ യാത്ര തിരിക്കാനുള്ള അതിനുള്ള ഒരുക്കങ്ങൾ അതെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിലേക്ക് തീ പകർത്തിയിരിക്കുന്നു. ഇപ്പോൾ വാളണ്ടിയർമാർ ഈ ദീപശിഖയ്ക്ക് ഒപ്പം അണിനിരന്നിട്ടുണ്ട്. തുടർന്ന് ഈ ദീപശിഖ ഇവർ വളരെ പ്രമുഖമായ കേന്ദ്രങ്ങളിലെല്ലാം, പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത് വഴികളിലൂടെ തന്നെ ഇത് കൊണ്ടുപോയി തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ, അവിടെയാണ് സമ്മേളനത്തിൻ്റെ പ്രധാന വേദി. അവിടെ പ്രതിനിധി സമ്മേളന നഗർ ഈ ബാലാനന്ദ നഗറിൽ ഇന്ന് ഈ ദീപശിഖ സൂക്ഷിക്കും. തുടർന്ന് നാളെ രാവിലെ 8 മണിയോടെയായിരിക്കും പ്രതിനിധി സമ്മേളന നഗരിലേക്ക് ദീപശിഖ എത്തിക്കുക. അതിനായിട്ടാണ് ഇവിടെ നിന്നും ദീപശിഖ കൊണ്ടുപോകുന്നത്. വളരെ കാലം CPMന്റെ 30 വർഷക്കാലത്തോളം CPM 13ഓളം അനുബന്ധ ദീപശിഖയ്ക്കൊപ്പം തന്നെ ഈ ദീപശിഖ റാലി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. പതാകജാഥയും ഒപ്പം മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന എല്ലാ റാലികളും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ സംഗമിക്കും. ഇപ്പോൾ വനിതാ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ നിരവധി ദീപശിഖയിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധീര രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും കഴിഞ്ഞു, കൊടിമരം നാട്ടിക്കഴിഞ്ഞു. രക്തസാക്ഷികൾ സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, കോൺഗ്രസ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അനശ്വരന്മാർ, ധീരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, അവർ തെളിച്ച പാതയിലൂടെ സഖാക്കളെ നാം മുന്നോട്ട്, ഇനിയും മുന്നോട്ട്. CPM സിന്ദാബാദ്. സഖാക്കള് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, 20-ാം ഈ നഗറിൽ വെച്ചാണ് ചേരുന്നത്. പ്രത്യേകതയായി നാം കണ്ടത് CPIMന്റെ ഒരു സംസ്ഥാന സമ്മേളനം ഇതാദ്യമായിട്ടാണ്. ഈ തരത്തിലുള്ളവർ, ബുദ്ധിജീവികൾ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾ, 1.5 ലക്ഷത്തോളം ആളുകളാണ് ഉൾപ്പെടെ ജനങ്ങൾ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. കയ്യൂരിലെയും കരിവെള്ളൂരിലെയും പുന്നപ്രയിലെയും വയലാറിലെയും എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷികൾ അവരുടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്